തിരുവനന്തപുരത്ത് ഗുണ്ടാ നേതാവിന്റെ കുത്തേറ്റ് പോലീസ് ഉദ്യോഗസ്ഥന് പരിക്ക്. പൂജപ്പുര പോലീസ് സ്റ്റേഷനിലെ SI സുധീഷിനാണ് കുത്തേറ്റത്. ആക്രമണത്തിന് ശേഷം ഗുണ്ടാ നേതാവ് ശ്രീജിത്ത് ഉണ്ണി രക്ഷപ്പെട്ടു. ലഹരി സംഘം പ്രശ്നമുണ്ടാക്കുന്നതായി വിവരം ലഭിച്ചിരുന്നു. തടയാൻ എത്തിയ SIയെ കത്തി ഉപയോഗിച്ച് കുത്തുകയായിരുന്നു. വിവരങ്ങളുമായി ബിനിൽ ലീല സാബു ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ബിനിൽ, ഇത്തരം സംഭവങ്ങൾ തുടർക്കഥയാവുകയാണ്. ലഹരി സംഘങ്ങൾക്കെതിരെ എന്തെങ്കിലും വിവരം കൊടുക്കുന്നവർക്കെതിരെ ആക്രമണം, അത് രാഷ്ട്രീയ നേതാക്കന്മാരാണെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ പോലീസ് അവരെ പിടിക്കാനെത്തിയാൽ അവർക്കെതിരെ ആക്രമണം, ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. ഈ തിരുവനന്തപുരത്ത് സംഭവിച്ചിരിക്കുന്ന കേസിന്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥന്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? ലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെയാണ് ഇന്നലെ രാത്രി 9 മണിക്കാണ് ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. ഈ തിരുമലയിൽ വെച്ച് ഈ ഗുണ്ടാ നേതാവായ ശ്രീജിത്ത് ഉണ്ണി പ്രശ്നമുണ്ടാക്കുന്നു, ബഹളമുണ്ടാക്കുന്നു എന്നൊരു വിവരം നാട്ടുകാരാണ് പോലീസിനെ അറിയിച്ചത്. അതിനുശേഷമാണ് പൂജപ്പുരയിലെ SI സുധീഷ് അടങ്ങുന്ന സംഘം അവിടേക്ക് എത്തിയത്. അവിടെ എത്തി ഇയാളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴാണ് പ്രകോപനത്തിൽ ഇയാൾ കയ്യിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് നേരെ വീശിയത്. അതിനുശേഷം ഇയാളെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ SI സുധീഷ് നിലത്തേക്ക് വീണപ്പോൾ വയറിൽ കുത്തി കൊലപ്പെടുത്താൻ വേണ്ടിയാണ് ശ്രമിച്ചത്. അത് SI സുധീഷ് തടയുകയായിരുന്നു. അങ്ങനെയാണ് കൈക്ക് പരിക്കേറ്റത്. പിന്നീട് നാട്ടുകാരും മറ്റുള്ള പോലീസുകാരും ചേർന്നാണ് ഇയാളെ കീഴ്പ്പെടുത്തിയത്, ശ്രീതുണ്ണിയെ കീഴ്പ്പെടുത്തിയത്. പക്ഷേ ഇയാൾ കുതിറി മാറി അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു. അതിനുശേഷം SIയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പക്ഷേ കൈക്ക് ആഴത്തിലുള്ള മുറിവല്ല, വലിയ ഗുരുതരമായ പരിക്ക് അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. ശേഷം ജനറൽ ആശുപത്രിയിലേക്ക് പോവുകയും അവിടെ ചികിത്സ തേടി വീട്ടിലേക്ക് മടങ്ങി ഇപ്പോൾ അവിടെ വീട്ടിൽ വിശ്രമത്തിലാണ് ഉള്ളത്. എന്തായാലും ഇയാൾക്കെതിരെ നിരവധി കേസുകളുണ്ട്. ശ്രീതുണ്ണി ഒരു ഗുണ്ടാ നേതാവാണ്. മാത്രമല്ല പ്രദേശത്ത് പൂജപ്പുര സ്റ്റേഷൻ അടക്കം പല സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ കേസുണ്ട്. ഇത്തരം സമാനമായ സംഭവങ്ങൾ പലയിടത്തും, അതായത് മദ്യപിച്ച ശേഷം, ലഹരി ഉപയോഗിച്ച ശേഷം ആളുകളെ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുക, ആക്രമിക്കുക എന്നുള്ള സ്ഥിരം ഒരു രീതി ഇയാൾ തുടരുന്നുണ്ടായിരുന്നു. അത് പോലീസിനും കൃത്യമായി അറിയാം. അങ്ങനെയാണ് കൂടുതൽ പോലീസുകാർ അവിടേക്ക് വരുന്നതും ഇയാളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നത്. എന്തായാലും ശ്രീതുണ്ണി ഈ സംഭവത്തിന് ശേഷം, ഈ കേസ് സംഭവത്തിന് ശേഷം ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുകയാണ്. ഇയാൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ലക്ഷ്മി, പലപ്പോഴും തോന്നിപ്പോകാറുണ്ട് ഈ ഗുണ്ടാ സംഘങ്ങൾക്ക് നേരെ, അതല്ലെങ്കിൽ ലഹരി സംഘങ്ങൾക്ക് നേരെയൊക്കെ പോലീസുകാർ നേരെ ചെന്ന് നിൽക്കുമ്പോൾ അവർക്ക് ഈ കാലത്ത് കൂടുതൽ സന്നാഹങ്ങൾ ആവശ്യമുള്ളതല്ലേ എന്ന്. ഇങ്ങനെ ആക്രമണത്തിനിരയാകുന്ന പോലീസുകാരുടെ എണ്ണം വർദ്ധിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ബിനിൽ ലീല സാബുവാണ് തിരുവനന്തപുരത്ത് നിന്നും ആ വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്.